നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലം പുനലൂർ ആര്യൻകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ ദൂരെ ആ മലയുടെ മുകളിൽ ഇങ്ങനെ മൂടൽ മഞ്ഞെല്ലാം പകർന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുന്നത് ആര്യൻകാവ് KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് റോസ്മല എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രശസ്തമായൊരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 6:30 അപ്പോൾ 6:30 ഇവിടുന്ന് ഡിപ്പോയിൽ നിന്ന് റോസ്മലയ്ക്കൊരു ബസ്സുണ്ട്. അത് ഞാനിപ്പോൾ വന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ 5 മണിക്കൊരു തെങ്കാശി ബസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ബസ്സിൽ കയറി വന്നതാണ്. അപ്പം ഇവിടെ 6:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും വളവും തിരിവുമൊക്കെ ഉള്ളൊരു റോഡാണ് നമ്മുടെ ഈ തിരുമംഗലം ഈ റോഡ്, ദേശീയപാതയാണ്. പക്ഷേ എങ്കിലും മാക്സിമം സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചു വിട്ട് കറക്റ്റ് 6:30 ആയപ്പോഴേക്കും ബസ് ഇവിടെ വന്നു. ആ മലയുടെ ആ മുകൾ ഭാഗമില്ല, അതൊക്കെയെന്ന് വെച്ചാൽ വനമാണ് കേട്ടോ. ഇത് മുകളിലോട്ട് കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം വനമാണ്. ഇത് നമ്മുടെ ഈ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത എടുത്താണ്ട് ഈ കടന്നു പോകുന്നത് ഇതുവഴി ഇങ്ങനെ പോവുകയാണ് ഇതിൻ്റെ മുകളിലൂടെ. ഇത് കണ്ടോ കുറേ ഷോപ്പുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. ഇതെല്ലാം ലോട്ടറി ഷോപ്പുകളാണ് കേട്ടോ. ഒന്ന് എണ്ണി നോക്കിയാൽ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 20-ലധികം ലോട്ടറി ഷോപ്പുകളുണ്ട്. ഇതാ വരുന്നത് കണ്ടോ നമ്മുടെ റോസ്മലയ്ക്കുള്ള ബസ് വരികയാണ്. RNC 908. ഇനി പൂർണ്ണമായിട്ടും വനത്തിനകത്തൂടുള്ള യാത്രയാണ്. ഇത് കണ്ടില്ലേ വനമാണിയൊക്കെ. ആ വഴിയെ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് ഫീലാണ് കേട്ടോ. ഓഫ് റോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ട് കേട്ടോ യാത്ര. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ആംബിയൻസാണ്, വനത്തിന് നടുക്കൂടുള്ള റോഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്, മനസ്സിലായോ. പിന്നെ അതുമാത്രമല്ല മഴയുടെ കാലാവസ്ഥേൻ്റെ പേര് നല്ല പച്ചപ്പാണ് ഈ കാണാൻ പറ്റും. പ്രത്യേകിച്ച് രാവിലെയുള്ള യാത്രയാകുമ്പോഴേ നമ്മുടെ മൈൻഡ് കുറേ നല്ല ഫ്രഷ് മൂഡിലായിരിക്കും. ഇന്നൊക്കെ ഇത് കംപ്ലീറ്റ് നിശബ്ദമായി ചലിക്കാതെ നിൽക്കുകയാണ് കേട്ടോ. ഈ റോഡാണ് ഇത്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഏറ്റവും ബാക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. അടിപൊളി ഒരു വള്ളി തൂങ്ങി കിടക്കുന്നുണ്ടോ. ഒരു അരുവിയാണ് അതുവഴി പോകുന്നത് കേട്ടോ. റൈറ്റ് സൈഡ് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് കേട്ടോ. ലെഫ്റ്റിലോട്ടൊരു ബെൻഡാണ്. ബാക്കിൽ ഓട്ടോ വരുന്നുണ്ട്. നെല്ലിവിള. വെച്ചാൽ വളരെ സ്ലോവിലാണ് പോണേ. ഇതിങ്ങനെ പോകാനേ പറ്റുള്ളൂ. റോഡ് കണ്ടീഷൻ അങ്ങനെയാണ്. റോഡിൻ്റെ മാത്രമല്ല ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്. അങ്ങനൊരു സ്പീഡിൽ കയറി പോകാൻ പറ്റുന്ന ഒരു റൂട്ടല്ലത്. കുരങ്ങിനെ കാണാൻ പറ്റും. ഒരു കുരങ്ങ്. ഒന്ന് 2 കുരങ്ങുകളെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു കേട്ടോ. ദൈവം ഭാഗ്യമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാം. ആ റോഡിൻ്റെ ആ ഒരു വീതി നോക്കി.
കുറച്ച് പേര് ദാണ്ട് ഇവിടെ ഇറങ്ങി കേട്ടോ. ഈ റോഡ് ഇവിടെ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. കണ്ട് ഈ പോകുന്ന ഈ ഒരു റോഡുണ്ടോ, ഇത് രാജത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. നമ്മളാ വന്ന ആ റോഡിൻ്റെ ഒരു അവസ്ഥ നോക്കൂര്. ഇവിടെ ഈ ഭാഗത്തെ റോഡ് അടിപൊളിയാണ് കേട്ടോ, കോൺക്രീറ്റ് ചെയ്തതാണ്. നല്ല പച്ചപ്പുണ്ടല്ലേ. ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു മലയൊക്കെ കയറിയാണ് വരുന്നത്. ആദ്യം മുതലേ മല കയറി ചുറ്റിത്തിരിഞ്ഞ് കുറേ കൊടും വളവുകളുണ്ട്. ആ വളവുകളെല്ലാം കയറിയാണ് ഇവിടം വരെ വന്നത്. ഇനി എത്രമാത്രം ദൂരമുണ്ടോ നമുക്കറിയത്തില്ല. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായതിൻ്റെ പേരിൽ ഒരു യാത്രയ്ക്ക് ഒരു രസമുണ്ട്. അതല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ഷട്ടറൊക്കെ ഇട്ട് നമ്മുടെ കാഴ്ച കംപ്ലീറ്റ് മറിഞ്ഞു വേണം. സത്യത്തിൽ അന്തരീക്ഷമൊക്കെ ഒരു വല്ലാത്തൊരു മൂടി പുറച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ മഴ പെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ. കണ്ട മൂടൽമഞ്ഞാണ് ഈ കാണുന്നില്ല. പോകായി ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫോറസ്റ്റ് ടിക്കറ്റ് സ്റ്റേഷൻ. സ്വാഗതം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്. ഇനി അങ്ങോട്ട് നോക്കെ കംപ്ലീറ്റ് ഫോഗാണ് കേട്ടോ. മരങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ ഒരു അന്യായ റൂട്ടാണ് പോയേട്ടാ. സംഭവമൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. മരങ്ങളൊക്കെ കയറി പോയ പോക്കുണ്ടോ. ഈ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഇരുട്ടായതുപോലെ, രാത്രി ആയതുപോലെ ഫീലുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴേ. വലത് സൈഡാണെങ്കിൽ അപാരമായി താഴ്ചയാണ് അങ്ങോട്ട്. ആ റോഡ് കിടപ്പുണ്ടോ. പല വിധങ്ങളായ മരങ്ങളും വൃക്ഷലതാദികളെല്ലാം കൂടെ. ഏതൊക്കെ ടൈപ്പ് മരങ്ങളാണെന്ന് പിടിപിടിയില്ല. ഇതിൽ മരത്തിൻ്റെ വണ്ണം കണ്ടോ. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കൊന്നും കൈ എത്തിയാൽ പോലും എത്തില്ല. ഭയങ്കര മരങ്ങൾ. ഇതാണ്ടൊരു മരം നിൽക്കുന്നുണ്ടോ. ഭയങ്കര വണ്ണം കേട്ടോ. ആ മരം കണ്ടല്ലേ. ഈ റോഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ 28 രൂപയാണ്. ഇതിലൊക്കെ 28 രൂപ കൊടുക്കുന്നതൊക്കെ വളരെ കുറഞ്ഞ റേറ്റ് പോലെയാണ് തോന്നുന്നത്. റോഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ബസ്സിൻ്റെ അവസ്ഥ എന്തോ ആവുമോ എന്തോ. ഇതാണ് ചെങ്കുറിഞ്ഞി റെഡ്വുഡ്. ഒരു പാട്ടില്ലേ, ചെങ്കുറിഞ്ഞി അങ്ങനെയൊക്കെ പാട്ടുണ്ട്. ആ സാധനമാണ് ഈ നിൽക്കുന്നത്. വേണ്ട, അതങ്ങനെ സംരക്ഷിച്ചിട്ടേക്കുന്നു ഇത് ചുറ്റും. അവിടെ ഒരു ചായക്കട.
ആ കയറട്ടെ കയറട്ടെ കയറട്ടെ. ആര്യൻകാവ് ഡിപ്പോയിലെ വണ്ടിയാണ്. അഞ്ചൽ ആയൂർ കൊട്ടാരക്കര RNC 908. ഇനി ഈ ബസ് കുളത്തൂപ്പുഴയ്ക്കാണ് പോണത്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബോർഡ് വെച്ചിരിക്കുന്നത് കുളത്തൂപ്പുഴയ്ക്കാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ബോർഡ് വെച്ചിട്ടുണ്ട്. ഓഫ് റോഡ് ഓഫ് റോഡ് റൈഡാണ്. കൊള്ളാം. ഇത് കുളത്തൂപ്പുഴ ചെന്നിട്ട് പിന്നെ കൊട്ടാരക്കര അങ്ങോട്ട് പോകേണ്ടത്. കൊട്ടാരക്കരയെല്ലാം പോയിട്ട് കറങ്ങി അടിച്ച് വരും. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഒരു വൈകിട്ട് 4 മണി അങ്ങോട്ടാവും. പപ്പടം എടുത്തോ, പഴം എടുത്തോ. സംഭവം കൊള്ളാം കേട്ടോ. പഴമുണ്ട്, പപ്പടം വെച്ച് സാധാരണ കിലോന്നില്ല മതി. ഒന്നുകിൽ പുട്ട് പപ്പടം അല്ലെങ്കിൽ പുട്ട് പഴം. ഇതിപ്പോൾ നമ്മൾ പുട്ടും പഴവും പപ്പടവും എടുത്തു. നമ്മൾ ബസ്സിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കൊടൂര വനങ്ങളും കാര്യങ്ങളൊക്കെ ഇടം നമ്മൾ കണ്ടു. വഴിയുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടതാണ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചില വീടുകളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റോസ്മല എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പം ഇവിടെ സാധാരണ ഒരു ഗ്രാമത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. ഈ വീട് ആൾ താമസമൊന്നുമില്ലാതെ ഇങ്ങനെ പൂട്ടി കിടക്കുന്നൊരവസ്ഥയാണ്. ഇവിടെ ഒരു വീട് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതായത് ഈ റോസ്മലയിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓൾമോസ്റ്റ് ഒരു 100-300 കുടുംബങ്ങളുണ്ട് കേട്ടോ. അപ്പം പലരും ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പല കാരണങ്ങളാലൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിലവിൽ ഓൾമോസ്റ്റ് ഒരു 200ഓളം ഫാമിലീസാണ് ഉള്ളതെന്നാണ് ഇവിടെ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ സാധാരണ നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്ന ഒരു പ്രതീതി തന്നെയാണ് ഇവിടെ. ചില ഭാഗത്ത് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് റോഡ് കാണും, ചില ഭാഗത്ത് റോഡില്ലാത്തൊരവസ്ഥയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാലൊരു ശരിക്കും പറഞ്ഞൊരു ഓഫ് റോഡിൻ്റെ ഒരു ഫീലായിരുന്നു നമുക്ക്. ഇനി ഇവിടുന്ന് ഒരു അര കിലോമീറ്ററോളം ഉണ്ട് ആ വ്യൂ പോയിൻ്റ് വരെ. വ്യൂ പോയിൻ്റ് ഒരു 50 രൂപ ആണെന്ന് പറയുന്നു. അവിടെ ഒരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ദാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് റോസ്മല വ്യൂ ടവർ. ഇവിടെ നിന്നാണ്ട് ഈ വഴിക്കാണ് വ്യൂ ടവറിലേക്ക് പോകേണ്ട വഴിയാണ്. മയിലിൻ്റെയാണ് കേട്ടോ. മയിൽ കരയുന്ന സൗണ്ടാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇതുവഴിയാണ് വ്യൂ ടവറിലേക്ക് പോകേണ്ടത്, വ്യൂ പോയിൻറ്റിലേക്ക് പോകേണ്ടത്. ഈ വഴി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്കൂളുണ്ടെന്ന് പറയുന്നു. ആ സ്കൂളിലോട്ട് പോകേണ്ട ഒരു വഴിയാണ്. ഇതുവഴി എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് വീടുകൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട്. അവിടെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് എന്തോ സംഭവം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ വലിയൊരു മലയാണ് അവിടെ. പിന്നെ അങ്ങോട്ട് വനമാണ്. അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ പണി പാളും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. എന്ത് നടന്നു? ഇഞ്ചിയോ അതോ വാഴയാണോ? നേരത്തെ ഇവിടെ റബ്ബറായിരുന്നല്ലേ? ഇതെന്തോ ഈ നിൽക്കുന്നത് ഈ സാധനങ്ങളൊക്കെ? കോലും ചെയ്യണം. അത് ഒരുപാടുണ്ടല്ലേ അങ്ങോട്ട് ഇടണം. ഇത് വൈദ്യുതിയുടെ അല്ലേ ഈ സാധനം? വൈദ്യുതി കൊടുക്കുന്നില്ലേ ഇത്? എർത്ത് കൊടുക്കുന്നില്ലേ? ഇത് രാത്രി കൊടുക്കത്തുള്ളൂ. അടിപൊളി ഫ്രെയിമല്ലേ, ഒരു പ്രത്യേക ഒരു വൈബ്. ഈ ഒരു വീടിൻ്റെ ഹോം സ്റ്റേ ആണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറെ കാണുമ്പോഴേ നല്ല രസമുണ്ട്. അന്യായ ലുക്കാണ് കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ വേറെ ലെവൽ കാഴ്ച തന്നെ. ഇഷ്ടപ്പെട്ട്. വിജയാസ് ഷോപ്പ്. ഇവിടെ എങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ആണോ? എവിടെ? ആൾ വന്നിട്ടുണ്ടല്ലേ?
ഇതൊക്കെ വായിക്കാനുള്ളവർ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ വായിക്കാം കേട്ടോ. ഇവിടെ എത്ര മണി മുതലാ? ഇവിടെ 5 മണി വരെ. 5 മണി വരെ ഉണ്ടല്ലേ? ഇവിടെ എന്തൊക്കെ കാണാനുള്ളത്? ഇവിടെ വന്നിട്ട് നമ്മുടെ റിസർവയറിൻ്റെ ഒരു ആ ഓക്കെ. നമുക്ക് എത്ര മണി? 5 മണി വൈകുന്നേരം വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. പ്ലാസ്റ്റിക് നിരോധിത മേഖല. അനധികൃതമായി പ്ലാസ്റ്റിക് വസ്തു കൊണ്ടുപോകുന്നവർക്കെതിരെ 2000 രൂപ പിഴ കൊടുക്കുമെന്ന്. ഒരു രക്ഷയില്ല. ഇതിനിടയ്ക്കൂടെ ഈ പാറക്കെട്ടിൻ്റെയൊക്കെ മുകളിലൂടെയൊക്കെ നടന്ന് കയറി പോകുന്ന ആ ഒരു വൈബ് മനസ്സിലായോ? ശോ, നല്ല രസം. ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴേ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ കുത്തി ഒലിച്ച് വെള്ളം വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ഇതുവഴി കയറി പോകുന്ന ആ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ. ഈ പാറകൾ കാണുമ്പോഴേ ഇവർ ചിരട്ട കമഴ്ത്തി വെച്ചതിൻ്റെ കൂട്ട് കേട്ടോ, മുട്ട പൊട്ടിച്ച് വെച്ചേക്കുന്നതിൻ്റെ കൂട്ട് ഉള്ള പാറകൾ. ഇത് കണ്ടോ പോലെ ഇവിടെ നേരത്തെ കയറിപ്പോയ ആൾക്കാർ തിരിച്ചിറങ്ങി വരുന്നത്. ഇതാ നമുക്ക് ദൂരെ കാണാൻ പറ്റുമേ. അതായത് നമ്മുടെ ഈ തെന്മല ഡാമിൻ്റെ ആ റിസർവോയർ ദൂരെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് കാഴ്ചയ്ക്കൊരു ഭംഗിയുണ്ട് കേട്ടോ. മേഘക്കെട്ടുകളിങ്ങനെ കിടക്കുന്നുണ്ടോ, ആ പോകുകൾ നല്ല രസമുണ്ട് ഇവിടെ. വ്യൂ പോയിൻ്റ് നമുക്കിവിടെ കാണാൻ പറ്റും, വ്യൂ ടവർ. ഇതെന്ത് മരമെന്നറിയാമോ? ഇതുണ്ടോ, കാക്കമരം, മുള്ളൻ കാര. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. മലബാർ നീം, മലവേപ്പ്. പരപ്പാർ വ്യൂ, റോസ്മല. അത് വായിക്കാൻ പറ്റുമോ? ഓക്കെ. വയർലെസ് സ്റ്റേഷൻ വ്യൂവിങ് ടവർ. ഓ, ഇത് വയർലെസ് സ്റ്റേഷൻ്റെ ആയിരുന്നു. കാട്ടുതീ തടയുക, കാടിനെ രക്ഷിക്കുക. ശോ, സംഭവം കണ്ടോ? പക്ഷേ ഇതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ചും കൂടെ ഉയർത്തി കെട്ടണമായിരുന്നു. അന്യായ ലുക്കാണ് കേട്ടോ, അടിപൊളി. ആ മലനിരകളുടെ ആ ഉയരം കണ്ടോ, സഖ്യപർവ്വതമായിരിക്കും അല്ലേ? പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്.
കണ്ടോ തുരുത്തുകൾ പോലെ എന്നാ പച്ചപ്പാണ് നോക്കൂല്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് അകലെയാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നേരിട്ട് കാണുമ്പം കിട്ടുന്നൊരു വൈബുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇത് പരപ്പാർ ഡാം എന്ന് പറയുമ്പോൾ ആ ഭാഗത്താണ് കേട്ടോ. അതായത് തെന്മല ഡാം, പരപ്പാർ ഡാം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഏകദേശം ഒരു നേർരേഖയിൽ നീളത്തിൽ 22ഓളം കിലോമീറ്ററുകളെ നീളത്തിൽ കിടക്കുന്ന ഒരു 22 12 ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പറഞ്ഞതിൽ. ഈ റിസർവോയറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ തുരുത്ത് കണ്ടു, ഈ തുരുത്തിൻ്റെ ഈ ഭാഗത്തെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇറങ്ങിയ ഭാഗങ്ങളാണ് അവിടെ കരഭാഗമെല്ലാം തെളിഞ്ഞു കാണും. ഇതാണ് ഇവിടുത്തെ വ്യൂ ടവർ. ചോർച്ച വല്ലതും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, വെള്ളമൊക്കെ തട്ടി കിടക്കുന്നു. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഇച്ചിരി ഉയരം കുറഞ്ഞു പോയി. കുറച്ചുകൂടി ഉയരത്തിലിങ്ങനെ കെട്ടണമായിരുന്നു. ഇപ്പം കുറേ സമയം ഞാൻ മുകളിലിരുന്നിട്ടേ ഈ താഴെ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ കണ്ട നല്ല വെയിൽ വന്നു ആ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ അവിടെ എല്ലാം തങ്ങിയുന്ന ആ മേഘങ്ങളെല്ലാം, ആ പഞ്ഞിക്കെട്ട് പോലെ തങ്ങിയുന്ന മേഘങ്ങളും മറ്റേ ഫോഗെല്ലാം മാറി. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം കുറച്ച് ഫോഗ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിവിടുന്ന് വിട്ടു പോകാൻ തോന്നത്തില്ല. ഒരുപാട് നേരം നമ്മൾ ഇരുന്ന് പോകും. അതായത് നമ്മൾ പലപ്പോഴും വീഡിയോസിൽ അല്ലെങ്കിൽ പിക്ചറിലൊക്കെ കണ്ട ഈ ഒരു ഫ്രെയിം കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പം നമുക്കുണ്ടാകുന്നൊരു ഇമ്പാക്റ്റുണ്ട് മൈൻഡിൽ. അത് അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് കുറേ പക്ഷികളിങ്ങനെ പറന്നു പോകുന്നുണ്ടോ, നല്ല രസമുണ്ട്. എന്ത് സംഭവമാണ് എനിക്ക് മനസ്സിലായില്ല. ബ്ലാക്കും വൈറ്റും, എന്നാ ഭംഗിയുണ്ട് കാണാൻ. അത് ഫ്രെയിമിലേക്ക് അത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള ചില സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോകും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു ഡെസ്റ്റിനേഷനാണ് ഇത്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ യാത്ര നമുക്ക് ഇഷ്ടപ്പെടും. കാര്യം ആ റൂട്ട് അടിപൊളിയാണ് കേട്ടോ. അതായത് ആ ഒരു ഓഫ് റോഡിൻ്റെ ഒരു അടിപൊളി ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തം നിലയ്ക്ക് ബൈക്ക് മറ്റേതെങ്കിലും കാറോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാകും. അതായത് വരുന്ന വഴിക്ക് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് ചെറിയ ചെറിയ ചാലുകളിങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട്, നിരന്നൊഴുകി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ വണ്ടി നിർത്തിയിട്ട് അവിടെയൊക്കെ ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെയുള്ളൊരു ചാൻസുകളുണ്ട്. പിന്നെ KSRTC ബസ്സിൽ വരുമ്പം അത് വേറെ വൈബാണ് കേട്ടോ. അത് ഒരുപാട് ആൾക്കാർ കാണും ബസ്സിൽ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഉള്ളൊരു ഫീല്. ഇത് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളിലും അതേപോലെ KSRTCയിലും വരുന്ന രണ്ട് രീതിയാണ് കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ്. അവിടെ KSRTC 2 ട്രിപ്പ് മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു 6:30 ആര്യൻകാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 4 മണിക്ക് മറ്റോ അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ 2 ട്രിപ്പാണ്. പിന്നീട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വരുന്നത് പിന്നീട് അവിടുന്ന് ജീപ്പ് ഉണ്ട്. 600 രൂപ മറ്റോ അങ്ങോട്ടാണ് അവിടുത്തെ ഒരു ട്രിപ്പ്. ജീപ്പിന് വരുന്ന അവരുടെ ഒരു റേറ്റ് എടുക്കുന്നത്. പിന്നീട് ട്രിപ്പ് അടിക്കുന്നുണ്ട്. ട്രിപ്പിന് ഒരാൾക്ക് ഒരു 50 രൂപ ആണെന്നാണ് ഇവിടെ ജംഗ്ഷനിൽ ചോദിച്ചപ്പം പറഞ്ഞത്. അതായത് ഈ സ്ഥലത്ത് ചോദിച്ചപ്പം ഒരാൾക്ക് 50 രൂപയാണ് അവർ നിരക്ക് ഈടാക്കുന്നത്. ഇപ്പം ഇവിടെ വരുമ്പം പരിചയമില്ലാത്ത അതിൻ്റെ പേരിൽ ജീപ്പുകാർ അനാവശ്യമായി പൈസ വാങ്ങിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ശുന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ബ്രോഷറാണിത്. അപ്പോൾ ഈ വനത്തെ പറ്റിയൊക്കെ അറിയാവുന്ന ഈ ശുന്തുരുണി ആ ഒരു
ഇങ്ങനെ ആ ഒരു ടെറൈൻ്റെ ഒരു സമഗ്രമായൊരു ഡീറ്റെയിലാണ് ഇതിൽ കൂടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കാനുള്ളതാണ്. ഇതുണ്ടോ നമ്മൾ കണ്ടതാണ് മറ്റേ വ്യൂ പോയിൻ്റാണ്. നമ്മുടെ വയർലെസ് വ്യൂ ടവറിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകളുടെ പറ്റിയ ഡീറ്റെയിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പാസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കേട്ടോ. പിന്നെ പ്രോഗ്രാം 4 ഡേ വിസിറ്റേഴ്സ്, ട്രക്കിംഗ് പാക്കേജ്, അങ്ങനെ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ബേഡ്സ് ട്രെയിൽ, ഇതാണ്ട് വേഴാമ്പലിൻ്റെ ഒരു സംഭവമുണ്ട്. കലംകുന്ന് സഫാരി, അതെവിടാണ്? കലംകുന്ന് സഫാരി തെന്മല അല്ലേ? ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ അങ്ങ് വലിയൊരു പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. വൈൽഡ് സാങ്ച്വറിക്കകത്ത് ഉള്ള ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ. കാട്ടുപോത്ത്, ഇതാണ്ട് ഈ ആനയെന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ ആന പോലുള്ള സംഭവം. ഇത് നമ്മുടെ നാട്ടിലെ ആനയല്ല, അല്ലാതെ അതല്ല, നമ്മുടെ കാട്ടിനകത്തുള്ള ആനയുടെ രൂപമല്ല ഇത്. ഇത് വേറെ, അത് വേറെ ഇക്കോ ടൂറിസം പാക്കേജ്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. റോസ്മല വ്യൂ ടവർ 50 രൂപ, ഫോറിനേഴ്സിന് 200 രൂപ, 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. പിന്നെ പാക്കേജ് ഹൈക്കിങ്, ബേഡ്സ് ട്രയൽ, പിന്നെ ഹാർഡ് ട്രക്കിങ്, സോപ്പ് ട്രക്കിങ്, മിനി ട്രക്കിങ്, സ്റ്റുഡൻസ് നേച്ചർ വാക്ക്. അപ്പോൾ അതൊക്കെ ഇതിനകത്തുള്ള സംഭവമാണ്. ജംഗിൾ സഫാരി ഉണ്ട്, ബോട്ട് സഫാരി ഉണ്ട്. അതിവിടെ അല്ല, ഈ ജംഗിൾ സഫാരി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഏരിയ ആണ് കേട്ടോ. പിന്നെ ജംഗിൾ ക്യാമ്പിങ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ഇതാണ്ടോ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. ഇത് വിട്ടുപോരുത്. ഇതാണ്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. പിന്നെ കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. വനത്തിനകത്തുള്ള കസ്തൂരി മഞ്ഞൾ, ഇത് ടർമറിക് പൗഡറാണ്, വൈൽഡ് ടർമറിക് പൗഡറാണ്, സോപ്പാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എങ്കിലും അത് വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ആര്യൻകാവ് ജംഗ്ഷനാണിത്. അപ്പോൾ നമ്മൾ റോസ്മല യാത്ര കഴിഞ്ഞിട്ട് റോസ്മലയിൽ നിന്ന് തിരിച്ച് ആര്യൻകാവ് ജംഗ്ഷൻ വന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ജംഗ്ഷൻ്റെ ഒരു അവസ്ഥ. ഇതാണ് ആ ഒരു വണ്ടി പോകുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ജംഗ്ഷനാണ് ആര്യൻകാവ്. അത്യാവശ്യം കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോട്ടലുണ്ട്. ഈ റൂട്ടാണ് നമ്മൾ പോയത് റോസ്മലയ്ക്ക് പോകാനുള്ള ജീപ്പ് അവിടെ കാണുന്നുണ്ട്. ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ കാണാം. മനസ്സിലായോ? ഇനി ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഇത് കണ്ടോ, ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ? ഇതെന്ന് വെച്ചാൽ ഈ ആര്യൻകാവ് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ പരിധിയിലുള്ള കൂപ്പാണ്. ഇപ്പം വനത്തിനകത്ത് നിന്നൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് മരങ്ങളൊക്കെ തടി ഇവിടെ കൊണ്ടുവന്ന് ശേഖരിക്കും. ഇത് മെയിൻ കൂപ്പ് എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ അപ്പർ സൈഡാണ്. അവിടെ ഒരു അതിൻ്റെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണിത്. ഇവിടെ ചുറ്റും ഇതേപോലെ കൂപ്പിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ മരങ്ങളെ കാണുമ്പോഴേ, അതായത് വനത്തിനകത്ത് കാണുന്ന വലിയ മരങ്ങളൊക്കെ അല്ലേ, അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗം തന്നെ. ഫോറസ്റ്റ് തന്നെ, ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കംപ്ലീറ്റ് ഫോറസ്റ്റാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു നെറ്റ് കെട്ടിയിരിക്കുന്നത്, അടിപൊളിയായിട്ട് നെറ്റൊക്കെ കെട്ടി ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ കളിക്കാൻ വേണ്ടിയാണ്. അതായത് വോളിബോളെല്ലാം കളിക്കാനുള്ള നെറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. കണ്ടോ, അടിപൊളി, ഇപ്പം പറഞ്ഞു വീണേ, അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് ഇരിക്കാം, ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ റോസ്മല യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇവിടെ വന്നിട്ട് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ തോന്നുന്നില്ല. അതേപോലെ അടിപൊളി സ്ഥലമാണ്. എനിക്ക് അവിടെ വന്നപ്പോഴേ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നു. അതായത് ആ വ്യൂ പോയിൻ്റല്ലേ, ആ വ്യൂ ടവറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലിയൊരു മല കാണിച്ചിട്ട് പറഞ്ഞത് അതിനപ്പുറത്ത് തമിഴ്നാടാണെന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു. പക്ഷേ തെറ്റാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കല്ലാർ എസ്റ്റേറ്റിൻ്റെ ഭാഗം, കല്ലാർ എസ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ലയങ്ങൾ, അതിൻ്റെ ബിൽഡിങ്സൊക്കെ അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അതായത്
തമിഴ്നാടിൻ്റെ ഭാഗം അതിനപ്പുറമല്ല. അതിനപ്പുറത്തെ കുളത്തൂപ്പുഴയുടെയൊക്കെ ചില ഭാഗങ്ങളായിട്ടൊക്കെ വരുന്ന ഒരു ഉൾ ഏരിയയാണിത്. മനസ്സിലായോ? കുളത്തൂപ്പുഴയിൽ നിന്നൊക്കെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ പറയുന്ന കല്ലാർ ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ തിരുത്തിയതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.